ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടകം 1 രാമായണ മാസം തുടങ്ങിയല്ലേ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്കാണ് കേട്ടോ ഞാൻ എൻ്റെ പൂജാമുറിയിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ദശപുഷ്പം വേണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കിവിടെ അതൊന്നും കിട്ടുന്നില്ല. പിന്നെ മുക്കുറ്റിയാണ് ശരിക്കും നമ്മുടെ കർക്കിടകം രാമായണ മാസം ആരംഭത്തിൽ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു. കുറേ അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടുന്നില്ല. പിന്നെ ഒരു 3-4 നഴ്സറിയിലൊക്കെ ഞാനിവിടെ കയറി ഇറങ്ങി. അവർക്കതൊന്നും തമിഴിൽ വേറെ എന്തോ ഒരു പേരാണേ, തീണ്ടാനാഴിയോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് അവിടെയൊക്കെ പോയി ചോദിച്ചപ്പോൾ അവർക്കതൊന്നും അറിയുന്നില്ല. പിന്നെ പറയുന്നത് ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ, ഇവിടെ ഒന്നും അങ്ങനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് അങ്ങനെ വിട്ടു. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പൂക്കളും നമ്മളുടെ രീതിക്കും നമ്മൾക്ക് എന്താണോ വിശ്വാസം തോന്നുന്നത് ആ രീതിക്ക് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. മനസ്സിലൊരു ഭക്തി ഉണ്ടായാൽ മതിയല്ലോ. ചെയ്യുമ്പോൾ ഭക്തി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റേതായ രീതിക്ക് ചെയ്യണം. കർക്കിടകം 1 നമ്മൾക്ക് ചിക്കനും ദോശയാണല്ലോ. അപ്പം ഞാൻ തലേന്നാൾ തന്നെ അരി അരച്ചു കേട്ടോ. കർക്കിടകം 1 നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയതാണ് കേട്ടോ. അങ്ങനെയുണ്ട് സെറ്റുമുണ്ടൊക്കെ, പഴയ സെറ്റുമുണ്ടാണേ. പൂവുണ്ട്. അപ്പോൾ നമ്മളുടെ പാലക്കാട് രീതി എന്ന് പറഞ്ഞാൽ എന്തായാലും ചിക്കൻ വെക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഞാൻ രാമായണ ബുക്കും എല്ലാം പൂജ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ വർഷം മുതലാണ് ശരിക്കും രാമായണ പുസ്തകമൊക്കെ മേടിച്ച് പൂജ ഇതിന് മുന്നേ അങ്ങനെ ചെയ്യാറില്ല, അതിൻ്റെതായ വഴിക്ക് വിടുന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ കുറച്ച് അതിൻ്റെതായ ചിട്ടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ എന്തായാലും ചിക്കനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെന്നൈയിലാണേലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മളുടെ രീതിക്കുള്ളതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് വരുന്ന പൂജയും കാര്യങ്ങളും എല്ലാം ഞാൻ ഒന്നിനും മുടക്ക് വരുത്താതെ എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഇപ്പോൾ രാമായണ മാസം ഞാൻ രാവിലെ എനിക്ക് നേരത്തെ ബുക്കൊക്കെ വെച്ച് എല്ലാം പൂജ ചെയ്തേ. അപ്പോൾ പൂജ ചെയ്തതിന് ശേഷം ചിക്കൻ മേടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ മേടിച്ചാൽ എനിക്കൊരു എന്തോ മനസ്സിലേക്കൊരു എന്തോ ശരിയാണോ തെറ്റാണോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ വേഗം ബുക്കൊക്കെ വെച്ചിട്ടങ്ങനെ പൂജ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അമ്പലത്തിൽ പോവാം. അപ്പോൾ വീട്ടിൽ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ചിക്കനൊക്കെ മേടിച്ചിട്ട് വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അമ്പലത്തിൽ പോകാല്ലേ? പിന്നെ അകത്തുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ പോകാറുള്ളൂ അമ്പലത്തിലേക്ക്. പോവല്ലേ? ചേട്ടൻ ഷേവ് ചെയ്തിട്ടില്ല, അങ്ങനെ മുഖം എന്താ ഷേവ് ചെയ്തത്? ഒരുപാട് വൈകിയല്ലോ. ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം, കുറേ പണികളുണ്ട്. ബൈക്കിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല വെയിലാണ് കേട്ടോ ചെന്നൈയിൽ. നാട്ടിലെ കർക്കിടക മാസം മഴ തണുപ്പ് ഇരിക്കുമ്പോഴേ നമ്മൾ നല്ല ചൂടാണ്. രാവിലെ 9 മണി ആയിട്ടുള്ളൂ, നല്ല വെയിലാണ്. നോക്കാം, അമ്പലത്തിൽ നിന്ന് കിട്ടിയ പോവാണ്. നമ്മൾ ഗണപതിൻ്റെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിട്ടോ. ഇനി ഇതാ ശിവക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. തിരക്കുണ്ട് കേട്ടോ, ഇന്ന് എന്തോ പൂജയുണ്ട് തോന്നുന്നു. ആടിമാസമല്ലേ, അപ്പോൾ തമിഴന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ദിവസമായിരിക്കുമല്ലോ. നേരെ ചിക്കൻ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു രസമുണ്ടായി. ഇവൻ എന്നോട്
ഇൻസ്റ്റയിലുണ്ടോ, സെർച്ച് ചെയ്യുമ്പോൾ എന്നെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും ഇൻസ്റ്റയിൽ കണ്ടു എന്ന് പറഞ്ഞല്ലേ, അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ തന്നെ കേട്ടോ ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടോ. ഇതാ ചിക്കനൊക്കെ മേടിച്ച് ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ളിലിടും. നേരത്തെ തിരുമ്മി അമ്പലത്തിൽ പോകണല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പോയത്. പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് അതിൽ കുറച്ച് എറുമ്പും വന്നു. നമുക്ക് കേട്ടോ കറുപ്പുറുമ്പൊക്കെ വന്നു. ഇതേ മൈലാഞ്ചി കേട്ടോ. കളറ് കുറേ പണി ഉണ്ടായിരുന്നു. ആ കളറൊക്കെ പോയി. ഇന്നലെ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു. രാവിലെ എന്തൊക്കെയോ ക്ലീനിങ്ങും കാര്യങ്ങളാകുമ്പോഴേക്കും കളറ് പോയി. അപ്പോൾ ചിക്കൻ കറി വെക്കാട്ടോ. എപ്പോഴും ഞാൻ കടുക് പൊട്ടിക്കാറുണ്ട്. അപ്പം ഇന്ന് കടുക് പൊട്ടിക്കുന്നില്ല. അയ്യോ ഉറുമ്പിൻ്റെ മേലൊക്കെ. അപ്പം ഇന്ന് കടുക് പൊട്ടിക്കുന്നില്ല. ജസ്റ്റ് തേങ്ങാക്കൊത്ത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും രാവിലെ മിക്സി ഈ ജാറ് വർക്കാവുന്നില്ല. ചെറിയ ജാറ് വർക്കാവാതെ ഈ വലുതിൽ അരയ്ക്കേണ്ട അവസ്ഥയായിരുന്നു. അതിലോട്ട് അരയുന്നതുമില്ല. നമ്മൾ ചെറുതിലാണല്ലോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ സെറ്റാക്കാറുള്ളത്. ഈ ഇത്രയും വലുതിൽ എങ്ങനെ അരയണം? രാവിലെ എടുത്തിട്ട് മൊത്തം ഒരു അവതാളത്തിലാണ്. അവതാളത്തിലല്ല, മൊത്തത്തിലൊരു എന്തോ ഒരു പ്രശ്നം. അപ്പം എനിക്ക് അമ്പലത്തിൻ്റെ വന്നപ്പോൾ എല്ലാം സെറ്റായി. ഇനി ഉള്ളി, പച്ചമുളക് ഒരളവാണ് കേട്ടോ എൻ്റെ. അങ്ങനെ ഇത്ര ഉള്ളി, ഇത്ര ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെയൊന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്തോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തായിരുന്നേ. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മൊത്തം ഒരു സമയം ഒന്നും സമയമില്ലായിരുന്നു. ഇപ്പം തന്നെ 12 മണിയാവാതെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ചോറ് വയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റിന് അങ്ങനെ ഒരു മണിക്കൂർ പോയി. അപ്പോൾ മൊത്തം പറഞ്ഞാൽ എൻ്റെ എല്ലാ സമയം ഇന്ന് പോയി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്ന് പറയാം. മൊത്തത്തിൽ ഞാനൊരു 9-10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ പതിയെ കുക്ക് ചെയ്ത് പതിയെ വ്ളോഗൊക്കെ ചെയ്ത് സമാധാനത്തിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഒട്ടും സമയമില്ല. ഇനിയിപ്പോൾ ചടപടേന്ന് ചെയ്യണം. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഈ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് പണി ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്ത് ശീലമില്ലല്ലോ. പിന്നെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കേരളത്തിൻ്റെ കാര്യമാണ്, തമിഴ്നാട്ടിലെ കാര്യമല്ല പറയുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ പോയി കോട്ടയ്ക്കലിൽ പോയിട്ട് കുറച്ച് കർക്കിടക മരുന്നും ഞവരരി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഈ രാമായണ മാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ. പിന്നെ ഞാനിത് ഓർത്തു, ഇതൊക്കെ നമ്മൾക്ക് ആ ഒരു തണുപ്പ് സമയത്ത് കേരളത്തിൽ മഴ, തണുപ്പ്, കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്താണല്ലോ ഇതൊക്കെ ശരീരത്തിൽ പിടിക്കുക. പക്ഷേ ഇവിടെ ചൂടുണ്ട്. എന്നാലും കൂടെ ഞാൻ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അല്ലേ, എന്താ രണ്ട് അഭിപ്രായം? കുഴപ്പമൊന്നുമില്ല, എപ്പോഴും കഴിക്കും. ശരിക്കും ഈ തണുത്ത സമയത്ത് ആ മരുന്നൊക്കെ കഴിക്കുമ്പോഴാണ് ശരീരത്തിൽ പിടിക്കുക എന്നാണ് ഇത് പറയല്. പക്ഷെ എന്ന് വെച്ച് കർക്കിടക മാസം തന്നെയാണല്ലോ, അങ്ങനെയും ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെയും വിചാരിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ എന്ത് വേണമെന്നും പക്ഷെ എല്ലാം വാങ്ങിയിട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ രീതിക്കനുസരിച്ച് ഞാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ മരുന്ന് കഞ്ഞിയും കർക്കിടക കഞ്ഞിയും അപ്പം ഒരു 7 ദിവസമെങ്കിലും കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞത് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ മരുന്നും ഈ കർക്കിടക മാസത്തിൽ ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുന്ന സമയമല്ലേ. ശരീര സൗന്ദര്യമല്ല, മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തുന്ന ഒരു ടൈമാണല്ലോ കർക്കിടക മാസം. എന്ത് ചെയ്താലും പിടിക്കും എന്നാണല്ലോ കർക്കിടക മാസത്തിൽ പറയുന്നത്, മരുന്നാണെങ്കിലും എല്ലാം. അപ്പം ഈ ചൂട് നോക്കാതെ ഞാൻ ഒന്നും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിയാവണേ. അയ്യോ ഭയങ്കര ചൂട്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട് അല്ലേ. ഇല്ല, അപ്പം ചൂട് ഞാൻ നോക്കുന്നില്ല. ഞാൻ നമ്മുടെ നാട്ടിലെ രീതിക്ക് തന്നെ ആ പച്ചില മരുന്നും നമ്മുടെ
നമ്മുടെ ഞവരരിയും അതിൽ മരുന്ന് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ മേടിച്ചത്. എന്തായാലും ഞാൻ ചൂടൊന്നും നോക്കുന്നില്ല, ഞാൻ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഈ ചെന്നൈയിൽ മഴ വരുമല്ലോ, ആ സമയത്ത് ഒരാഴ്ച കഴിക്കാം. അപ്പോൾ ഇപ്പം ശരീരത്തിൽ പിടിക്കാത്തത് അപ്പോൾ പിടിക്കുമായിരിക്കും. ഞാനപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഞവരരി മേടിച്ചിട്ടുണ്ട്, പിന്നെ കർപ്പൂരാതി തൈല മേടിച്ചിട്ടുണ്ട്, പിന്നെ മുറിവെണ്ണയാണ് കേട്ടോ. നല്ല ബാക്ക് പെയിൻ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ മുറിവെണ്ണയിൽ ഇത് നല്ല എഫക്റ്റീവാണ് അത്ര. അപ്പോൾ മുറിവെണ്ണ എത്ര എടുക്കുന്നു അതിലൊരു 2-3 ഡ്രോപ്സ്, ഇപ്പോൾ കയ്യിൽ ഇപ്പോൾ മുറിവെണ്ണ എത്ര എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു 2-3 ഡ്രോപ്സ് കയ്യിൽ ഒറ്റിച്ചിട്ട് അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സോപ്പ് വാങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതാണ് മെയിൻ സാധനം, നമ്മൾ കഞ്ഞിലിടാനുള്ള ചൂർണം. ഈ മരുന്ന് പൊടി മിക്സ് ചെയ്താലാണ് നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിപ്പോൾ സ്മെല്ലുണ്ടോ ഒന്നും അറിയില്ല, കുട്ടികളൊന്നും കഴിക്കില്ല എന്ന് വിചാരിക്കുന്നു, നോക്കാം. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ മരുന്ന് കഞ്ഞിയും ഈ കർക്കിടക മാസത്തെ ചില രീതികളൊക്കെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിന് ഒട്ടും സുഖമില്ല എന്ന് പറയാം. ബാക്ക് പെയിന്, കൈവേദന, കാലുവേദനയൊക്കെ എനിക്ക് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വയസ്സായില്ലേ, അപ്പം ഇനി തുടങ്ങേണ്ട വരും, പ്രായമായല്ലോ. അപ്പം ഞാൻ ഈ വർഷം മുതൽ ഇങ്ങനെ കർക്കിടക മാസത്തിൽ ഈ മരുന്ന് കഞ്ഞിയൊക്കെ ഒന്ന് ഒരു 7 ദിവസം, ഒരു മാസം എന്തായാലും പറ്റും തോന്നുന്നില്ല, 7 ദിവസമെങ്കിൽ 7 ദിവസം കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ രാമായണ പുസ്തകമൊക്കെ കഴിഞ്ഞ വർഷം മുതൽ ഞാൻ വെച്ചു തുടങ്ങിയതാണ് കേട്ടോ, വായിക്കാൻ അറിയില്ലേലും. അപ്പം ഞാൻ എൻ്റെതായ രീതിക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു മാത്രമേ. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാം. അപ്പോൾ രാമായണ ബുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വെച്ച സമയത്ത് വായിക്കാൻ ശ്രമിച്ചു, വായിക്കാൻ കിട്ടുന്നില്ല, കുറേ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പേജൊക്കെ വായിച്ചു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വായിച്ച് തുടങ്ങണമെന്നുണ്ട്, നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്ത്രീകളെന്ന് പറയുമ്പോൾ 1 മാസം ഫുള്ള് വായിച്ച് തീർക്കാനും പറ്റില്ലല്ലോ, നമുക്ക് ഇടയ്ക്ക് പറ്റാതെ ആവുമല്ലോ. അപ്പോൾ അതങ്ങനെ സ്റ്റോപ്പായി. പക്ഷെ എന്നാലും നമുക്ക് ഭക്തി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെതായ രീതിക്ക് പോകുന്നുണ്ടോ. കുറെ നേരം സംസാരിക്കുന്നുണ്ട്, ഉള്ളിട്ട് ആവുന്നതില്ല. ഞാൻ ഫുള്ള് അതിലാണ്, വീഡിയോയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിച്ചണിൽ ഇത് കുക്കിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ, ചിക്കൻ കറി ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ചിക്കൻ കറിയിൽ ഞാൻ മസാലപ്പൊടികളെല്ലാം ഇട്ടു കേട്ടോ. തക്കാളി ആഡ് ചെയ്യാം. ഞാൻ ചിക്കൻ കറി ആയിട്ട് വീഡിയോ എടുത്താൽ മതി എന്ന് വിചാരിച്ചത്. ശരിക്കും എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിരിക്കും. ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കേണ്ടതെന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ സമയം വൈകി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സമയം വൈകി, മൊത്തത്തിൽ തിരക്ക്. അപ്പോൾ എൻ്റെ സംസാരം ഓട്ടോമാറ്റിക്കലി സ്പീഡാവുന്നുണ്ട്. കാരണം എന്താണ്, പണി വേഗം തീരണം, എൻ്റെ വ്ളോഗും വേഗം അവസാനിപ്പിക്കണം, ആ ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടേ ചെറുതായിട്ട് തോന്നിയാൽ സ്പീഡുണ്ടെന്ന്. ഇതായിട്ട് വേണം ഈ സാരി മാറ്റിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട്, അതിനാണ് എൻ്റെ സ്പീഡും ഈ വെപ്രാളപ്പെട്ടുള്ള പണിയും. കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട്. സുരാട്ടിനോട് പറഞ്ഞാണ് കേട്ടോ. തുളസിക്കത് തലയിൽ പൂ വെച്ചതൊക്കെ വെറുതെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ തുളസി ഉണ്ട്, ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ജമന്തിയൊക്കെ നമ്മൾ 2 അമ്പലത്തിൽ പോയിട്ട്, ശിവൻകോവിലിൽ പോയി, പിന്നെ ഗണപതിയുടെ അമ്പലത്തിൽ പോയായിരുന്നേ. ചിക്കൻ കറി ആവാനായിട്ടോ, ചോറ് ആവാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്യാബേജ് ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട്, കാരണം മിന്നുവിന് പനിയെ മാറി ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് എന്താ കഴിക്കുക, ഫുഡൊന്നും കഴിക്കുന്നില്ല, ഒരാഴ്ചയായിട്ട് ഭക്ഷണം തീരെ കഴിക്കുന്നില്ല. അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഇഷ്ടമൊന്നുമല്ല, അങ്ങനെ ഉപ്പേരി കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. ചിക്കൻ വറുക്കുന്നുണ്ട്, ഒരു പീസ് കഴിച്ചാൽ കഴിക്കും. ശരി, എല്ലാവരും ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട്. സെറ്റുമുണ്ട്, കുളമായി മൊത്തം ചിക്കൻ കറി.
ഞാൻ വിട്ട് നിന്നിട്ടാണ് ഗൈസ് ഇളക്കുന്നത്. നോക്കൂ, സെറ്റ് മുണ്ടൊക്കെ മഞ്ഞ കളറായി. ഇതൊന്നും നമുക്ക് നടക്കില്ല. ഈ സാരി ഉടുത്തുള്ള കിച്ചൺ പരിപാടികളൊന്നും നടക്കില്ല. അയ്യോ, എന്നെ കൊണ്ട് സാധിക്കില്ല അത്. ഞാൻ എന്താ പറയുക, പോയിട്ട് കുർത്തിയിട്ടിട്ട് വരാം, അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റ് ഇട്ട് വരാം. അതാകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും പണി ചെയ്യാൻ. എല്ലാവരും കേട്ടോ, സെറ്റ് മുണ്ട് മാറ്റിയിട്ട് ഫ്രോക്ക് നൈറ്റ് ഇട്ടപ്പോൾ എന്തൊരു ആശ്വാസം. നല്ല ആശ്വാസം കേട്ടോ. അതൊന്നും ചുറ്റി കെട്ടിയിട്ട് പണി ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പം എന്ത് ഫ്രീ ആയില്ലേ. ഇതേ അച്ഛനും മോളും AC ഇട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലേ കിച്ചണിൽ വിഷമിച്ച് ചൂടെടുത്തിരിക്കുന്നത്. ഇവരിവിടെ AC ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടക്കുക. അയ്യോ, എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ. അത് സൈഡിലോട്ട് വയ്ക്കും കേട്ടോ. സാരി അങ്ങോട്ട് വയ്ക്കും. ഏട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. മിന്നു പനിക്കാരി. പനി മാറിയാലും പുതച്ച് മൂടി കിടക്കണം. എവിടെ പനിക്കാരി? TV സൗണ്ട് കുറയ്ക്ക്. എന്തിനത്ര സൗണ്ട് മിന്നു? ഇല്ല, പനിയില്ല. അവൾക്ക് ഒരു മുഖമൊക്കെ ആകെ ഒരു എന്തോ ഒരു വാടിയ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് സങ്കട ഫേസ് കാണിക്കാൻ. ശരിയാവും, കാരണം 1 വീക്കായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞാൻ പറയായിരുന്നു മെലിഞ്ഞു, നല്ലപോലെ മെലിഞ്ഞു എന്നൊക്കെ പറയായിരുന്നു ഞാൻ മിന്നിനോട്. ശരിയാവും, ഇനി നമ്മളൊന്ന് നല്ലപോലെ ഫുഡ് അടിച്ച് വീണ്ടെടുക്കണം പഴയ രൂപത്തിലോട്ടില്ല മിന്ന. ഇനി മിന്നു ചിക്കൻ ബിരിയാണി ചുമക്കുന്നുണ്ട്. ഇനി ബിരിയാണി ചിക്കനൊക്കെ കഴിച്ച ആൾ അടിപൊളിയാക്കില്ലേ. ചിക്കൻ ബിരിയാണിൻ്റെ ആളാണേ അല്ലേ. കുറച്ച് ഫേസ് കാണിക്കേ നോക്കട്ടെ. ഇതാണ് ഇവളുടെ മെയിൻ പരിപാടി അല്ലേ. ഓ, വീണ്ടും മുഖം മറിച്ചു. നീ കൈ മാറ്റിയാൽ മാത്രമേ ഞാൻ ഓഫ് ചെയ്യുള്ളൂ. നോക്കട്ടെ, ഒന്ന് മാറ്റ്. അത്ര ക്ഷീണിച്ചിട്ടൊന്നുമില്ല. അത് പനി വന്നാൽ എല്ലാവരും ഇങ്ങനെ ക്ഷീണിക്കും അല്ലേ. കേട്ടോ, അവൾക്കില്ലേ ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് മുഖം മറിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കും, ഞാൻ പുറത്ത് പോട്ടെ. കാരണം നമ്മുടെ അടുപ്പിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടേ. ചിക്കൻ കറി ആയി നോക്കാമല്ലേ. ഇത് തിളച്ച് മറിയുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. മൂന്ന് സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത്. ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, കാബേജ് ഉപ്പേരി ആയിട്ടുണ്ടേ. ദോശ ഉണ്ടാക്കണം അടുത്തത്. കാരണം നമ്മൾക്ക് ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ദോശയാണ് കഴിക്കാറുള്ളത്. കാരണം നമ്മൾ ഇന്നത്തെ ദിവസമാണ് കാരണവന്മാർക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ആദ്യം വെച്ചു കൊടുത്തതിന് ശേഷം പൂജ കഴിക്കുമല്ലോ, അതിന് ശേഷം നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ ബലിയിടലും കാര്യങ്ങളൊക്കെ ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇന്ന് ബലിയിടൽ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ഇന്ന് മട്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ. എനിക്ക് എപ്പോഴും ചിക്കൻ കറിയിൽ മല്ലിയില വേണം കേട്ടോ. ചിക്കൻ കറിയിൽ ഞാൻ എപ്പോഴും മല്ലിയില ഇടാറുണ്ട്. ആ ഒരു മണം ഉണ്ടെങ്കിലേ എനിക്ക് ഇഷ്ടമാവുള്ളൂ. ഇല്ലെങ്കിൽ ചിക്കൻ്റെ ആ സ്മെല്ല് വരുമോ എന്നൊരു തോന്നലാണ്. അപ്പോൾ എപ്പോഴും മല്ലിയില ഇടും. കറിവേപ്പില ഇടാറുണ്ട്. ഇനിയിപ്പോൾ കറിവേപ്പില ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മല്ലിയില നിർബന്ധമായിട്ട് ഇടും. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വറുത്തത് കൊണ്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മസാല വരട്ടിയിട്ട് അങ്ങനെ വറുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ചേട്ടൻ പറയും സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട്, അതായത് ചിക്കൻ ആദ്യം വറുത്ത് കോരും, എന്നിട്ട് പിന്നെ ഉള്ളി, സോയാ സോസ്, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല കളറും കിട്ടുമല്ലോ. എന്നിട്ട് ഈ ചിക്കൻ വറുത്തത് അതിൽ കൊട്ടിയിട്ട് ഇറക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ വറുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളി മാത്രം ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണേലും ഉള്ളി കണ്ടാൽ മതി കേട്ടോ.
ഇങ്ങനെയും മതി. പക്ഷെ അത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ സോയ സോസൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, സോയ സോസിൻ്റെ ആ സ്മെല്ലും കളറും. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈം ആയിട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് വേണം ഒരു പിടി പിടിക്കാനല്ലേ ചേട്ടാ. ദോശ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, കാബേജ് ഉപ്പേരി, ചോറ്, പപ്പടം. പപ്പടം കഴിച്ചിട്ടില്ല, ഈ പപ്പടം കഴിച്ചണം. സാധാരണ നമ്മൾ നല്ല നൈസ് ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സംക്രാന്തി അതിനൊക്കെ നമ്മൾ കുറച്ച് കട്ടി ദോശയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല കട്ടി ദോശയായിരിക്കും അച്ഛമ്മയും ഒക്കെ ഉണ്ടാക്കി തരാറുള്ളത് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴേ. അതൊരു വേറെ ടേസ്റ്റ്. പക്ഷെ എനിക്ക് ഈ കട്ടിക്ക് ഒഴിക്കാറില്ല കേട്ടോ, ഇങ്ങനെ എപ്പോഴും നൈസായിട്ട് തന്നെ തരാറുള്ളൂ. ഇനി അടുത്തത് പപ്പടം കച്ചാനാണ് കേട്ടോ. ഗുരുവായൂർ പപ്പടമാണേ. നമ്മൾ ഇപ്രാവശ്യം വെക്കേഷന് നാട്ടിൽ ഗുരുവായൂർ പോയായിരുന്നില്ലേ, ഗുരുവായൂർ പപ്പടം. ഇത് അമ്മ വീട്ടിൽ നിന്ന് ആക്കി തന്നാണ് കേട്ടോ. അത് നമ്മുടെ നാടൻ പപ്പടം. പിന്നെ നല്ല പപ്പടം കഴിച്ചു. ഇതൊന്നും മതിയോ കേട്ടോ? അല്ലെ നാടൻ പപ്പടം എടുക്കാം. ഗുരുവായൂർ പപ്പടം ഒരെണ്ണം മതി, ഇത് വലുതല്ലേ, മുറിച്ചിട്ടെടുക്കാം. കുറേ എടുത്തു കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വരും, നമുക്ക് നല്ല ഷേപ്പായിട്ടുണ്ടല്ലേ. കട്ട് ചെയ്താണ്. നന്നായി പൊള്ളി വരുന്നുണ്ടല്ലേ. ടേസ്റ്റൊക്കെ ഒരേ തന്നെയാണ്, നമ്മൾ നാടൻ പപ്പടവും ഗുരുവായൂർ പപ്പടമൊക്കെ. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടില്ല കേട്ടോ. ചെന്നൈയിൽ ഇങ്ങനെ പൊള്ളമൊന്നും വരില്ല. സാധാരണ പപ്പടമേ കിട്ടുള്ളൂ. സാധാരണ പപ്പടം എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു പപ്പടം. പക്ഷെ ഏട്ടനൊക്കെ ഇവിടുത്തെ പപ്പടമാണ് കേട്ടോ ഇഷ്ടം, തമിഴ്നാട് പപ്പടം ഇഷ്ടം. എനിക്ക് നമ്മുടെ ആ കേരള ടേസ്റ്റ് ഉള്ളത്. ചോറ്, ക്യാബേജ് ഉപ്പേരി, ഇമ്പോർട്ടൻ്റ് സാധനം വെച്ചു. വേണ്ട സാധനം വെച്ചില്ല, ദോശ വെച്ചില്ല. അപ്പോൾ ഒരു ദോശ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. ഈ ചിക്കൻ കറി കുറച്ച് ചോറിലോട്ട്, കുറച്ച് ദോശയിൽ, പിന്നെ കഷ്ണങ്ങൾ ഇടണം. ഇനി എന്താ, പപ്പടം എടുത്തില്ല, ഒരു മിനിറ്റ്. ഒരു നാടൻ പപ്പടം, ഒരു ഗുരുവായൂർ പപ്പടം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കർക്കിടകം 1 സ്പെഷ്യൽ ലഞ്ച്, പാലക്കാട് സ്റ്റൈൽ കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾക്ക് ഈ കർക്കിടക സീരീസ് ചെയ്താലോ എന്ന്. ഒരു 7 days എങ്കിലും 7 days ഒരു വെറൈറ്റി കഞ്ഞി, ഓരോ ദിവസത്തെ ഫുഡൊക്കെ ആയിട്ട് ഒരു സീരീസ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നോക്കാമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ തിരക്ക് പിടിച്ച ദിവസത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്, യൂട്യൂബിൽ എന്തൊക്കെയോ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി യൂട്യൂബ്. അപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ മോണിറ്റൈസേഷനൊക്കെ ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ടഫായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, നമ്മുടെ കാര്യം അറിയില്ല എങ്ങനെയായിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളില്ല, കുറച്ച് മന്ത്സല്ലേ ഉള്ളൂ. അപ്പോൾ സ്ട്രിക്റ്റ് ആക്കിയാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ അത്യാവശ്യമാണ്. ഈ അപ്ഡേഷൻസ് വന്നതുകൊണ്ട് എന്തായാലും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം കണ്ടിട്ട് ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.